എന്തിനാ നമ്മൾ കാത്തിരിക്കുന്നേ? അയ്യോ, പക്ഷെ ഞാൻ ഈ സഭയിൽ വന്നത് എനിക്കൊരു വീട് കിട്ടണം, ഞങ്ങൾ ദേശത്ത് ഒത്തിരി നിന്ദിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അതിനായിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. നല്ല കാര്യം. പക്ഷേ ഞങ്ങൾ ഈ സഭയിൽ വന്നത് എൻ്റെ രോഗത്തിനൊരു പൂർണ്ണ വിടുതൽ കിട്ടും, അതിനാണ് കാത്തിരിക്കുന്നത്. ഏത് യോഗത്തിൽ വെച്ചാൽ സൗഖ്യം കിട്ടുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ യോഗത്തിനും വരുന്നുണ്ട്. ഇവിടെ അങ്ങ് താമസിക്കാമെന്ന് തീരുമാനിച്ചു. നല്ല കാര്യം. പക്ഷെ ഞാനും പിള്ളേരും വന്നത് മോനൊരു വിസായം കിട്ടണം, മോടെ കല്യാണം നടക്കണം. ഞങ്ങളുടെ വിഷയം അതാ. ഇതൊക്കെ നടക്കേണ്ട കാര്യമാണ്. ഉദാഹരണം പറഞ്ഞതാ. എന്നാൽ പ്രഥമമായ വിഷയം യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട് കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടക്കണം വരവ് വരെ. അതൊക്കെ ദൈവം നടത്തിക്കോളും. ദൈവത്തിന് കഴിവുണ്ടെന്ന്. ദൈവത്തിന് കഴിവുണ്ട്. ഈ ഓട്ടക്കടത്തിൽ ഓടി ജയിച്ച് കഴിയുമ്പോൾ ആ ട്രോഫി കിട്ടുന്നത്. പിന്നെ ചിലർക്ക് നിരാശപ്പെടാതിരിക്കാൻ ഈ പ്രോത്സാഹന സമ്മാനം കൊടുക്കും. ഇത്ര ഓടിയതല്ലേ, രാവിലെ മുതൽ രാവിലത്തെ പാട്ടിനും കൈയടിച്ചു, ഉച്ചക്കത്തതിനും കൈയടിച്ചു, വൈകിട്ടുമൊക്കെ കൈയടിച്ചു, എങ്ങും പോകാതെ ഇവിടെ തന്നിരുന്ന് പ്രാർത്ഥിക്കാതെ. പ്രോത്സാഹന സമ്മാനം. അതാ ഈ വണ്ടിയും വീടും വസ്തുവും ജോലിയൊക്കെ, അതൊക്കെ പ്രോത്സാഹന സമ്മാനം. ട്രോഫി വേറെയാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ട്രോഫി വേണ്ട, എല്ലാവർക്കും അതാ. എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം, നിങ്ങളിലൊരു 90% പ്രോത്സാഹന സമ്മാനത്തിനിരിക്കുക. ഞാൻ പറഞ്ഞ മോന് മനസ്സിലായോ? അവർക്കോ മനസ്സിലാകുന്നില്ല. മോന് മനസ്സിലായോ? പ്രോത്സാഹന സമ്മാനം നല്ലതാ, നമ്മുടെ ഉന്നമതല്ല, അവിടുത്തെ വീണ്ടും വരാം. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം അറിയുന്നുണ്ട്. അതൊന്നും കുറയ്ക്കത്തുമില്ല, കൂട്ടത്തുമില്ല. ആവശ്യമുള്ളതെല്ലാം നിന്റെ കയ്യിൽ ദൈവം തരും. ദൈവം വിശ്വസ്തനാണ്. ആട്ടെ, ഇങ്ങനെ പോയാൽ സബ്ജക്റ്റ് മാറിപ്പോകുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകും. നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ഗ്ലോറി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ അങ്ങ് സബ്ജക്റ്റ് പോകും. അപ്പം അതുകൊണ്ട് നമുക്കൊരു പരുവത്തിനങ്ങ് പോകാം. ഇന്ന് 1-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു നമ്മൾ വരവിനായി കാത്തിരിക്കുക. ഇവിടെ പൗലോസ് പറയുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. അതിനെപ്പറ്റി ഒരു സൂചന ശിബുപാസ്റ്റ് ഓർപ്പിച്ചു. പൗലോസിന്റെ മിഷനറി യാത്രയിൽ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഈ അവിടെ വിലക്കിയെന്ന, പരിശുദ്ധാത്മാവ് വിലക്കി. ഈ നേരത്തെയൊക്കെ സഭകളിലെ പരിശുദ്ധാത്മാവാണ് ആൾക്കാരെ നിയമിക്കുന്നതും ആക്കുന്നതും മാറ്റുന്നതും വിലക്കുന്നതും നിയോഗിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവ്. ഇപ്പം വന്ന് നമ്മുടെ സഭകളിലെല്ലാം പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യാൻ ഒക്കുന്നുമില്ല, പരിശുദ്ധാത്മാവ് ചെയ്യാനായിട്ട് അവസരം കൊടുക്കുന്നു ഇല്ല. കാരണം പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടതെല്ലാം സെക്രട്ടറി കയറി ചെയ്യും. ട്രഷാറും പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടതല്ല. കാരണം പരിശുദ്ധാത്മാവ് ചെയ്യാനിരിക്കുന്നത് ഇപ്പം സഭാഗോള് പണിയുക. അപ്പം പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളത്തോട് ഇടപെടാനിരിക്കുക. നീ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യുമ്പം പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളത്തോട് ഇടപെടാനിരിക്കുക. അന്നേരം ട്രഷാർ അതിന് മുന്നേ കയറി പറഞ്ഞു, നിങ്ങളെല്ലാം പേപ്പർ എടുത്താട്ടെ, കൊടുക്കുന്ന തുക. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എന്നാൽ അവൻ തന്നെ കാര്യം നടത്തിക്കോളും, ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് പിടി കിട്ടിയോ? മനസ്സിലായില്ല, മനസ്സിലാകുന്നില്ല. പരിശുദ്ധാത്മാവ് ഇടപെടാനിരിക്കുക ചിലരോട്. നീ ഇവിടെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ദൈവം ഇടപെടും. അന്നേരം ട്രഷാർ കയറി പറഞ്ഞു, നമുക്ക് ഹോള് പണിയണം, നിങ്ങൾക്ക് വിശ്വാസത്താൽ എത്ര തുക തരാമെന്ന് പേപ്പർ എടുത്ത് എഴുതണം. അന്നേരം തങ്കം എഴുതി 101 രൂപ. അതാ പഴയ കണക്കാ, അവിടെ 101ൻ്റെ കണക്കുണ്ടല്ലോ. അപ്പോൾ ഇറുകണിട്ട് നോക്കിയപ്പോൾ തങ്ക 101, ഇപ്പം ഇന്ന് മേരി 201. ഉദാഹരണമായി പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരുത്തനോട് ഇടപെട്ടാൽ പോരെ?
ഒറ്റ ഒരുത്തനോട് ഇടപെട്ടാ പോലെ, ഒരുത്തനോട് ഇടപെട്ടാ പോലെ. സ്തോത്രം. അപ്പൊ നമ്മള് പരിശുദ്ധാത്മാവ് ഇടപെടാൻ സമയവും അനുവദിച്ചു കൊടുക്കുന്നില്ല. ആര് ശുശ്രൂഷിക്കണം? ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം കിട്ടും. ഇത് അതിന് പ്രാർത്ഥിക്കത്തില്ല. കമ്മിറ്റിക്കാരെല്ലാം കൂടെ വട്ടം വരുന്ന നമ്മളൊക്കെ ഈ പ്രാവശ്യം ആരെ വിളിക്കണം? ഈ പ്രാവശ്യം നമുക്ക് ഉമ്മന്മാരെ എല്ലാം കൂടെ വിളിക്കാം. ഉമ്മൻ ജോർജ്, ഉമ്മൻ വർഗീസ്, ഉമ്മൻ ചാക്കോ, ഉമ്മച്ചൻ. ആ വർഷമെല്ലാം ഉമ്മന്മാര്. പിറ്റേ വർഷവും നമ്മൾ അടുത്ത വർഷം കമ്മിറ്റിക്കാർ പറഞ്ഞു, കഴിഞ്ഞ വർഷം നമ്മളെല്ലാം ഉമ്മന്മാരെയാണ് വിളിച്ചത്, ഈ വർഷം ഉമ്മനൊന്നും വേണ്ട, നമുക്ക് അനീഷ്മാരെ എല്ലാം കൂടെ ഒന്ന് വെച്ച്. ആരൊക്കെ? അനീഷ് കാവാലം, അനീഷ് കൊഴുവല്ലൂർ, അനീഷ് പത്തനംതിട്ട, പിന്നെ അനീഷ് റാന്നി, അനീഷ് തോമസ്, അനീഷ് കൊല്ലം, അനീഷ് ഏലപ്പാറ. അപ്പൊ പരിശുദ്ധാത്മാവ് വേറെ ചിലരെ ആക്കാൻ നിയോഗിച്ച് വെച്ചിരിക്കുക. സമയം കൊടുക്കുകയല്ല. പിറ്റേ യോഗത്തിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മന്മാരെ വിളിച്ചു, പിന്നെ അനീഷുമാരെ എല്ലാം വിളിച്ചു. നമുക്ക് ഈ പ്രാവശ്യം 2 കൂട്ടരെ വേണ്ട, വേറെ ചെറിയാച്ചന്മാരെ വിളിക്കാം. ആരൊക്കെ? PC ചെറിയാൻ, KC ചെറിയാൻ, ബാബു ചെറിയാൻ, TA ചെറിയാൻ, CI ചെറിയാൻ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കി. ഞാൻ ഉദാഹരണമായി പറഞ്ഞു തരുന്നത്. പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുന്നില്ല. ദൈവാത്മാവിന് ഇടം കൊടുക്ക. ദൈവാത്മാവ് സംസാരിക്കാൻ ഇടം കൊടുക്ക. നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുക. ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് ദൈവം ഇടപെടും. അതെ, ഉദാഹരണങ്ങളായി പറയുന്നത് ദൈവത്തിന് സ്തോത്രം. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ഇപ്പൊ പരിശുദ്ധാത്മാവ് അല്ലല്ലോ വിലക്കുന്ന, കമ്മിറ്റി കൂടി അങ്ങ് വിലക്കുക. പുള്ളിയെ മുടക്കി, ഈ പുള്ളിയെ വിലക്കി, മറ്റേ പുള്ളിയെ ഒതുക്കി, മറ്റേ പുള്ളിക്ക് കത്ത് കൊടുത്തു. നടക്കുന്ന പരിപാടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തിനെ ഏൽപ്പിക്കുക. സഭകളിലെല്ലാം നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മൾ അങ്ങ് വിലക്കുക. നിനക്കിഷ്ടമില്ലാത്തവനെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമാ. നിനക്കും നിന്റെ പെമ്പളയ്ക്കും ഇഷ്ടമില്ലാത്തവന് ദൈവത്തിന് ഇഷ്ടമാന്ന്. സ്തോത്രം. രാത്രി പറഞ്ഞു, അച്ചായ അയാളെ വിളിക്കാനൊക്കത്തില്ല, ഞാൻ സമ്മതിക്കുകയല്ല. ഞാനുള്ള കാലത്തോളം ഈ സഭ ഒന്ന് അച്ചായൻ പിറ്റേന്ന് എഴുന്നേറ്റ് വിലക്കി. പരിശുദ്ധാത്മാവ് പുള്ളിയെ വിളിക്കാനിരിക്കുക. പെമ്പള കയറി. ഒരുമാതിരിപ്പെട്ട സഭയിലല്ല ഇതൊക്കെ തന്നെ. ഞാൻ ഉദാഹരണമായി പറഞ്ഞ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കണം. സഭ ദൈവ നടത്തിപ്പിൽ പോകണം. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, പരിശുദ്ധാത്മാവ് ആക്കണം, പരിശുദ്ധാത്മാവ് നിയോഗിക്കണം, പരിശുദ്ധാത്മാവ് സംസാരിക്കണം. Praise the Lord. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ആട്ടെ, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അങ്ങനെ അവര് ആ വിലക്ക് അനുസരിച്ച് വന്ന് യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ലെന്ന അടുത്ത വാക്യത്തിൽ അവര് യാത്ര ചെയ്ത് ഫിലിപ്പിയിലെത്തി. അവിടെ വെച്ചാണ് പൗലോസ് പുഴവക്കത്ത് നിന്ന് പ്രസംഗിക്കുന്നത്. അദ്ദേഹം അത് ഓർപ്പിച്ചല്ലോ. അപ്പോൾ പുഴവക്കത്ത് പുൾപ്പിറ്റൊന്നും വേണമെന്നില്ല, പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചു. ഇപ്പോഴത്തെ പ്രസംഗത്തിൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക.
എന്നെ ഞാൻ പ്രതിയാക്കാം. നിങ്ങൾ ഉടക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടേച്ചേ എന്നോട് ഉടക്കാവുള്ളു. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. ഇപ്പം ഈ വന്ന കാലത്ത് നമുക്ക് പ്രസംഗിക്കണമെങ്കിൽ വലിയ സ്റ്റേജ് വേണം, സിസ്റ്റം കാലമതാ. അതൊക്കെ പിന്നെ സഹിക്കാം. വിശ്രമിക്കാൻ ചെറിയ വീടോ പെയ്ത്തോമോ ഒന്നും കൊടുത്താൽ ചിലക്ക് ബോധിക്കത്തില്ല. അവർക്ക് 5 സ്റ്റാർ ഹോട്ടൽ തന്നെ. പിന്നെ അല്ല, ചിലതിനെ പെയ്ത്തോമി വിശ്രമിപ്പിക്കാനും കൊള്ളുകയല്ല. പെയ്ത്തോമിൽ, ഞാൻ പറയുന്ന മനസ്സിലാകുന്നോ? പെയ്ത്തോമിൽ വിശ്രമിപ്പിക്കാനും കൊള്ളുകയല്ല. അമ്മാമ്മയുടെ നമ്പർ അങ്ങ് ആദ്യം മേടിക്കും. ലൈവ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രോ പറയുന്നുള്ളൂ. പണ്ടൊരാൾ പറഞ്ഞ അടിയന്തരത്തിന് വന്നേച്ച് മുടിയാന്തരമാകണ്ട, അടിയന്തരം തന്നെ നടക്കണ്ട. ആശികിൽ വചനം പ്രസംഗിക്കുന്ന ആത്മാവ് വിലക്കി. അവൾ പിന്നെ പുഴവക്കത്ത് നിന്ന് പൗലോസ് പ്രസംഗിച്ചു. ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു. ദൈവം തുറക്കണം, ദൈവം തുറക്കണം. കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു. ഈ കർത്താവ് ഹൃദയം തുറന്ന കാര്യം പെട്ടെന്ന് നടക്കും. ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ അവള് വീട് തുറന്നു കൊടുത്തു. ലുദിയ ഓപ്പണിങ് ഉണ്ടാവും. പുൽപ്പിറ്റ് നോക്കി പ്രസംഗിച്ചിരുന്നെങ്കിൽ ഇത് നടക്കത്തില്ല. പുഴവക്കത്ത് പുൽപ്പിറ്റില്ല, പുഴവക്കത്ത് പ്രസംഗം. ഒത്തിരി ആൾക്കാരൊന്നുമില്ല, കുറച്ച് സ്ത്രീകള്. ഒരു സ്ത്രീയുടെ ഹൃദയം ഒന്നിന്റെ തുറന്നാൽ മതി. വരുന്ന പെണ്ണുങ്ങളുടെ ഹൃദയം എല്ലാം കൂടെ തുറന്നിട്ട് ഗുണമില്ലാതെ എന്തിനാ എല്ലാം കൂടെ കിടന്ന് ആർവാ വെച്ചേച്ച് ഒരെണ്ണത്തിന്റെ ഹൃദയം തുറന്നു. അവിടെ ഹൃദയം തുറന്നപ്പോഴേ അവള് വീടങ്ങ് തുറന്നുവെച്ച് എൻ്റെ ശൈലിയ ഉപദേശിമാരോട് പറഞ്ഞു, പിന്നെ ഞാൻ വിശ്വസ്തയാണെന്ന് ബോധ്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ പാർത്തോളാൻ. ഈ തിരുവല്ലായിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് വരുമ്പോൾ എത്രയോ വീടാ പൂട്ടിയിട്ടേക്കുന്നു, ഒരെണ്ണം തുറക്കുകയല്ല. നരിച്ചീറും ഈനാമ്പേച്ചി മരപ്പെട്ടി ഇല്ലേ, സ്തോത്രം. പിന്നെ ചിലര് വീട് തുറന്നിട്ടുണ്ട്, വാടക മേടിക്കുന്നെങ്കിൽ ഔട്ട് ഹൗസിലാണ് പാർപ്പിച്ചേക്കുന്നത്. ഞാൻ ഈയിടെ കണ്ടൊരു ഉപദേശി ഔട്ട് ഹൗസ് എന്നല്ലേ പറഞ്ഞത്. ഭയങ്കരം വീടപ്പുറം പണിതിട്ടിരിക്കുക, ബ്രഹ്മാണ്ടം വീട്. ഒരു ഉപദേശിയും ഭാര്യയും 2 പിള്ളേരും ഔട്ട് ഹൗസിൽ, ഒരു ബെഡ്റൂമും ഒരു നമ്മള് കാവലിന് ആൾക്കാരെ ഏർപ്പെടുത്തുകയല്ലേ, കാവലിന്. അതിൽ നല്ലതൊരു അൽസേഷൻ നായ അവിടെ പാടില്ല. നീ എല്ലാ മുറിയൊന്നും തുറന്നു കൊടുക്കണ്ട, വേണ്ട. മാന്യമായിട്ടോ 1 2 മുറി തുറന്നു കൊടുത്തേ, അതൊക്കെ. പിന്നെ ചിലരെ പാർപ്പിക്കാനും ഒക്കത്തില്ല കേട്ടോ, ഇറങ്ങിപ്പോകുകയല്ല. ചുണയുണ്ടോ തനിക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ? അവൻ അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് വന്നപ്പോൾ അവനോട് ചോദിക്കുക, ചുണയുണ്ടോ നിനക്ക് ഇതിനകത്തോട്ട്? അല്ല, മറുവശവും പറയണം. പക്ഷെ എല്ലാവരും അങ്ങനല്ല. ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നപ്പോൾ അവൾ വീട് തുറന്നു കൊടുത്തു. അങ്ങനെ അവിടെ പാർത്ത് കർത്താവിന്റെ വേല ചെയ്തു. അവിടുത്തെ വേലയിൽ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടെങ്കിൽ പ്രശ്നം രൂക്ഷമായി. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർത്തോണം ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ പോകുക. ഹല്ലേലൂയ. നിനക്കെതിരെ കരുക്കളും തന്ത്രങ്ങളും ആക്ഷേപങ്ങളും അപമാനങ്ങളും പോരാട്ടങ്ങളും വർദ്ധിക്കും ഓർത്തോണം അവൻ ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ പോകുക. ഞാന്
എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അങ്ങ് ചെയ്തു പോകും. ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയില്ല. യവൻ എന്നാ പറയുന്നു, മറ്റവൻ എന്നാ പറഞ്ഞു, അമ്മാമ്മയുടെ അഭിപ്രായം എന്നാ, ഇതൊന്നും കേൾക്കാൻ എനിക്ക് നേരെ കേൾക്കരുത്. കേട്ടാൽ കുഴയും. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് നേരെ അങ്ങ് പൊക്കോണം. അഭിപ്രായം കേൾക്കാൻ പോയാൽ കുഴയും. ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം. ആട്ടെ, അവിടെ പ്രശ്നം രൂക്ഷമായതുകൊണ്ട് ഇവര് തിരിച്ച് യാത്ര ചെയ്ത് ഈ തെസ്സലോനിക്കയിലെത്തി. മോളെ 17-ാം അധ്യായത്തിന്റെ 1-2 വായിച്ച അപ്പോസ്തല പ്രവൃത്തി 17:1. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം ലഭിച്ചെന്ന അവർ അംഫിപൊലിസിലും അപ്പൊലോനിയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവര് അംഫിപൊലിസിലും അപ്പൊലോനിക്കയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിൽ എത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന. 1-ാം അധ്യായത്തിന്റെ 9 ചോദിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? അതിങ്ങനെ സാധിച്ചത് ഓടിച്ചു പറയാം. 1-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിന്റെ 10 വാക്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ. ഈ ആയുസിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന. അതാ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, നീ രക്ഷിക്കപ്പെട്ടതായ ഏറ്റവും വലിയ ഭാഗ്യം, ഈ മാർഗത്തിൽ വന്നതായ ഏറ്റവും വലിയ ഭാഗ്യം, ഒരു ദൈവ പൈതലായി തീർന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ ഓർക്കുന്നേ, ഭയങ്കരം വീട് പണിയുന്നത് ആ ഭാഗ്യമെന്നാണോ? വലിയ വീട് പണിത് കിടക്കുന്നവർക്ക് സ്വസ്ഥത എന്ന് പറയുന്നത് പലർക്കും ഇല്ല. അതിനകത്ത് ഉമ്മ കിടക്കുന്നതേ ഉള്ളൂ, വെറുതെ കിടക്കുക. എമ്മമ്മോമിന്റെ മെത്ത അടുക്കി വെച്ചേക്ക. പക്ഷെ വൈദ്യുതി പറഞ്ഞത്, പാപ്പച്ച തറയിലേ കിടക്കാവുള്ളു. അല്ലെ പലകക്കെട്ടില്ല, കാഞ്ഞിരത്തിന്റെ പലക കിട്ടുമോ? കാഞ്ഞിരപ്പലക നോക്കട്ടെ വൈദ്യുതി. അത് പരുവത്തിന് കീറി ആ പലക തലയണ പോലും വെക്കാലെ. അയ്യോ, ഞാൻ എമ്മമ്മോമിന്റെ 45,000 മെത്ത അത് അവിടെ കിടന്നുകൊണ്ട് ചരിഞ്ഞ് നോയിക്കോണം. എൻ്റെ മെത്തേ, എടെ പാപ്പ ആ മെത്ത എടുത്ത് കിടക്കാൻ ആക്കമുള്ളവർക്ക് കൊടുക്കേ, അതൊട്ട് കൊടുക്കുകയില്ല. ഗതികേട് നോയിക്കേ. നിങ്ങൾ ചിന്തിച്ചേ, 3 നില വീട്, രാജസ്ഥാൻ മാർബിള്, കപ്പലേല സാധനം കൊണ്ടുവന്നിറങ്ങി പണിത വീട്. അച്ചായൻ കിടക്കുന്ന എവിടാ? കിംസില്. ആർക്കും വരാതിരിക്കട്ടെ. നിങ്ങൾ ഓർക്കുന്ന വലിയ വീട് പണിത പല ആൾക്കാർ സുഖിക്കുകയെന്നാണോ? സുഖിക്കുകയല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടതല്ല ദൈവമക്കളുണ്ട്. ചെറ്റപ്പുരയില കിടക്കുന്ന അവരുടെ സന്തോഷം. എമ്മമ്മോമിന്റെ മെത്ത ഇല്ല, ഡൺലപ്പിന്റെ മെത്ത ഇല്ല, ചിലപ്പോ ചണച്ചാക്കായിരിക്കും. അതിലങ്ങോട്ടിരുന്ന് ആത്മാവിൽ ബലപ്പെട്ടാൽ അവന്റെ സന്തോഷം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുക. ഞങ്ങളുടെ കാവാലത്തൊരു വീടുണ്ട്, മാലീത്തറ എന്ന് പറയും. അവിടെ 2 സഹോദരിമാരുണ്ട്, ഇപ്പോഴും ഉണ്ട്, ലൈസാമ്മയും വിജി. കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങോട്ട് പോകാത്ത കൊണ്ട് എനിക്ക് അറിയത്തില്ല. അതുവരെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു കുഞ്ഞു വീട്. നേരത്തെ വീടെല്ലാം പോയി, പിന്നെ ഈ പവർ വിഷൻകാർ വെച്ച് കൊടുത്ത വീട് നിങ്ങൾക്കറിയാമല്ലോ. പവർ വിഷൻകാർ വെച്ച് കൊടുത്ത വീട്, അതിൻ്റെ വലിപ്പോ ഒക്കെ നിങ്ങൾക്കറിയാം. അതും ഇപ്പം കുറേ വർഷങ്ങളായതുകൊണ്ട് അതും അല്പം അത്ര നല്ല ഇതിലല്ല ഈ അടുത്ത കാലത്തും പോയപ്പോൾ. പക്ഷേ സന്ധ്യയാകുമ്പം
ഈ ചേഴുത്തി അനിയത്തിയും കൂടെ അങ്ങോട്ട് മുഴങ്കാലം അടക്കി നന്നായിട്ട് പാട്ട് പാടും. ഹൈ പിച്ചിലേ പാടുള്ളൂ. നമുക്ക് അവരുടെ പുറകെ ഒന്നും പിടിക്കാനൊക്കത്തില്ല. കിട്ടുകയല്ല, കട്ടയൊന്നുമില്ല. അവിടെ ചെന്ന് അവർ പാടുമ്പോൾ ഇതെങ്ങാനും പിടിച്ചാൽ നോക്കി നിൽക്കുകയുള്ളൂ, കട്ടയില്ലാതെ. ഹൈ പിച്ച് പാടും. ചേഴുത്തി അനിയത്തിയും കൂടെ സന്ധ്യ ആകുമ്പോൾ രണ്ടുപേരുടെ കൈയടിച്ച് പാട്ട് പാടിയ വലിയ മഹായോഗം നടക്കുന്നത് പോലെ. താമസിക്കുന്ന വീടാ ഞാൻ പറഞ്ഞു. അതേസമയം പേര് ഞാൻ പറയത്തില്ല. ഒരു വലിയ വീട്ടിൽ ഞാൻ പോയി. ഭയങ്കര വീടാ. അവിടുത്തെ കൊച്ചമ്മയാന്ന് ഒരു കസേരയില്ല, സെറ്റിക്കകത്ത് അങ്ങ് നിറഞ്ഞു. കൈയെല്ലാം സെറ്റിയുടെ വെളിയില്ല. അതോ ഒരു സന്തോഷമില്ല. തള്ളയ്ക്ക് പാട്ട് പാടാൻ പോലും ആക്കോവില്ല. ഞാൻ നോക്കിയപ്പോൾ സെറ്റിയല്ല ഇന്നിങ്ങനെ മാന്തെന്ന് കണ്ട്, പൂച്ച മാന്ത കൈയടിക്കുക. ഇങ്ങനെ കൈയെടുത്ത് അടിക്കാൻ മേല. അതിന് ആ സൈഡിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു. എല്ലാവരും അങ്ങനെയാന്നല്ല, മനസ്സിലായോ? നിങ്ങൾ ചിലർ ധരിച്ചേക്കുന്നത് വലിയ വീടുള്ളത് സുഖമാണെന്നാണോ? സമ്പത്തുള്ളതല്ല സുഖം. അതൊക്കെ ആവശ്യമാണ്. വീട് ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്. ഓടി വണ്ടിയിൽ അച്ചാന്ന് വെക്കുന്നത്. പക്ഷെ അച്ചാൻ ഇങ്ങനെ ഓടുക, ഒരു സ്വസ്ഥതയില്ല. ഓടി വണ്ടി. ഇന്ന് അച്ചാൻ കൊട്ടാരക്കരയ്ക്ക് ഓടി. അവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ച് വിടുതലില്ല. ഒന്ന് അച്ചാനോട് പറഞ്ഞു നേരെ പുനലൂർ വിട്ടോളാൻ. ഒന്ന് ഓടി പുനലൂർ ചെന്നു. അവിടെയും തലയിട്ട് ആട്ടിക്കുറുക്ക് ഒരു തെള്ളും കൂടെ തള്ളി. ആണ്ട് കിടക്കുന്ന മത്തായി. അവിടുന്ന് ചാടി വണ്ടിയെ കയറി ഓടി നേരെ പത്തനംതിട്ട വന്നു. ഇവിടെയും പ്രാർത്ഥിച്ചു. അന്നേരം സ്വസ്ഥതയില്ല. അവിടെ പറഞ്ഞു നേരെ കോടിമതയ്ക്ക് വിട്ടോളാൻ. കോടിമത ചെന്നിച്ചു. അച്ചാന് സ്വസ്ഥത. അച്ചാൻ ഇങ്ങനെ ഓടി, രാവിലെ മുതൽ ഓടി ഓടി ഓടി. അതേസമയം ആണ്ട് സൈക്കിളെ വരുന്ന തങ്കപ്പൻ നല്ല പയറുമണി പോലെ നിൽക്കുന്നത്. ആ സൈക്കിളൊക്കെ കൊണ്ടങ്ങോട്ട് വെക്കുന്നാണ്ട ഓടി തോറ്റ് പോകും. അടിച്ചു വെച്ച് സ്റ്റാൻഡിലോട്ട് കൊണ്ട് വെച്ച് ഒരു നോട്ടവും കയറി ഇങ്ങോട്ട് വന്ന കയ്യടിയൊക്കെ കണ്ട ഓടി വന്ന അച്ചായൻ. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ധാന്യം വീഞ്ഞു മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം. യേശു ക്രിസ്തുവിനെ അറിഞ്ഞതും ആരാധിച്ചതുമാ ഏറ്റവും വലിയ ഭാഗ്യം. നീ രക്ഷിക്കപ്പെട്ട ഭാഗ്യം, നീ കൃപയിൽ വന്ന ഭാഗ്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാന് ഓടിച്ചങ്ങ് പോകാം. 1-ാം അധ്യായത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ പ്രവേശനം സാധിച്ചു വന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും. 2-ാം അധ്യായത്തിന്റെ 19 വായിച്ചത് 2:19. നമ്മുടെ കർത്താവായ യേശുവിന് മുമ്പാകെ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് മുമ്പാകെ അവന്റെ പ്രത്യക്ഷത, അവിടെ കർത്താവ് പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 3-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. 4:13 മുതലും പ്രത്യക്ഷത, 5:23 പ്രത്യക്ഷത. ഒറ്റവാക്കി പറഞ്ഞ ഭാഗം അങ്ങ് വിടുക. യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. ആ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. ഒരു കുഞ്ഞുങ്ങളെ പോലെ നഷ്ടപ്പെട്ടു പോകരുത്. അവിടുത്തെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, അവിടുത്തെ വരവിൽ കൈവിടപ്പെടാതെ ചേർത്ത് കൊള്ളപ്പെടണമെങ്കിൽ കുറഞ്ഞ പക്ഷം രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, ആത്മസ്നാനം പ്രാപിക്കണം, വേർപാട് പാലിക്കണം, കർക്കശമായി വേർപാട് പാലിക്കണം. സ്തോത്രം. വേർപാട് പാലിക്കാത്ത ആർക്കും മേപ്പോട്ട് പോക്ക് നടക്കുകയല്ല. കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, തിരുമേശ കെടുത്തോണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഓരോ ദിവസവും തന്നെത്താൻ ശുദ്ധീകരിച്ച് അവൻ യാതൊരു മാലിന്യമേശാത്ത വിധത്തിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും വരും. ആട്ടെ, നിങ്ങളെ ഇങ്ങനെ പ്രസംഗിച്ചാൽ ഞാൻ അങ്ങ് പോകും. നിങ്ങൾ പറയും പുള്ളി എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് എടുത്ത വാക്യം ഒന്ന് വായിച്ചേ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാ? ഈ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെല്ലാം അതിനാ ഉപവസിക്കുന്ന. കർത്താവേ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം, നിന്റെ ഹിതം. നല്ല കാര്യം, അങ്ങനെ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയും,
നിങ്ങളിപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, വളരെ നല്ല കാര്യം. ഉപവസിക്കാവുന്നിടത്തോളം ഉപവസിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള വ്യവസ്ഥ അവിടുത്തെ ഇഷ്ടമേ നടക്കാവൂ. ഏത് വിഷയത്തിന് പ്രാർത്ഥിച്ചാലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രമാണമുള്ള കർത്താവേ, അവിടുത്തെ ഹിതമാണെങ്കിൽ നടത്തി തരണം, അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ നടത്തി തരണം. അതാ ശരി പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടമായി പറഞ്ഞ പാസ്റ്റർ ആ വിഷയത്തിന് പ്രാർത്ഥിക്കണം കേട്ടോ, എങ്ങനെയും അത് കിട്ടണം. ഇല്ല, ഞാൻ ദേശത്ത് നിന്ദിക്കപ്പെട്ടവളായി. എങ്ങനെയുണ്ട്? ദൈവഹിതത്തിനെ പ്രാർത്ഥിക്കാം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ. ഇനി മുഖവരയായിട്ട് പറയാം, എന്തൊക്കെയായി ദൈവ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാ? അത് 4-ാം അധ്യായത്തിന്റെ 3 കിടപ്പുണ്ട്. എന്തൊക്കെയാ മോളെ ദൈവത്തിന്റെ ഇഷ്ടം? 4:3. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. 1, ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം. അതാ ദൈവത്തിന്റെ ഇഷ്ടം, നമ്മുടെ ശുദ്ധീകരണം. ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും ശുദ്ധീകരിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതിനെപ്പറ്റി വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പോയിന്റ് പറഞ്ഞങ്ങ് വിടുക. 2, ദൈവത്തിന്റെ ഇഷ്ടം നീതി പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. നീതി. മോളെ യെശയ്യാ പ്രവചനം 61:8 ഒന്ന് വായിച്ചേ. 61:8 തോന്നുന്നു. യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. യഹോവയാകുന്ന ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും. ഏതാ? ന്യായത്തെ ഇഷ്ടപ്പെടുക. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ന്യായം പ്രവർത്തിച്ചോണം, ന്യായമായിരിക്കണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. മനസ്സിലാകുന്നില്ല? ഇപ്പം ചേട്ടന് കൊടുക്കാനുള്ളത് കൃത്യം കൊടുത്തേക്കണം. വസ്തു ഭാഗോടമ്പടി ചെയ്യുമ്പോഴേ അപ്പനെ കളിപ്പിച്ചും അമ്മയെ കളിപ്പിച്ചും അടിച്ചു മാറ്റിയാൽ സൂക്ഷം ദൈവം നിന്നെ അടിക്കും. ഇങ്ങോട്ട് നോക്കേ. 5 പേരുണ്ട് സഹോദരങ്ങള്, കൃത്യമായിരിക്കണം. സഹോദരങ്ങളെ കളിപ്പിക്കരുതെന്ന് മിണ്ടുന്നില്ലല്ലോ. ന്യായമായിരിക്കണം. അപ്പനെ അമ്മയും കളിപ്പിച്ച് ആധാരം അടിച്ചു മാറ്റുന്ന വിദ്വാന്മാരുണ്ട്. അവസാനം അപ്പനെ അമ്മയെ ആർക്കും വേണ്ട. സൂക്ഷം നിന്നെ നിന്റെ തലമുറയും ദൈവം അടിക്കും. ഇനി എന്നെ അടിക്കാനാ? ദൈവത്തിന്റെ ഇഷ്ടമാണ് ന്യായം പ്രവർത്തിക്കണം. 2 പേര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്ന് പക്ഷം പിടിക്കരുത്, ന്യായമായ കാര്യം പറയണം. അല്ല, കാശുള്ളവന്റെ പക്ഷം ചേർന്ന്, കനവുള്ളവന്റെ പക്ഷം ചേർന്ന്, പിടിപ്പുള്ളവന്റെ പക്ഷം ചേർന്നാൽ പിടിക്കുന്നവനെയും ചേരുന്നവനെയും അടിക്കും ദൈവം. സഭയാന്നേലും സമൂഹമാന്നേലും കഴിവുള്ളവനും കഴിവില്ലാത്തവനും, കാര്യപ്രാപ്തിയുള്ളവനും കാര്യപ്രാപ്തി ഇല്ലാത്തവനും, മിടുക്കനും മിടുക്ക് കുറഞ്ഞവനും, നിറവുള്ളവനും നിറവില്ലാത്തവനും, കാശുള്ളവനും എല്ലാവരും കാണും. പക്ഷെ ന്യായമേ പ്രവർത്തിക്കാവൂ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പുറകിൽ മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്. അത് മതി, അത് മനസ്സിലായാൽ മതി. ബഹളമൊക്കെ ഇച്ചിരി കുറഞ്ഞാലും കാര്യം മനസ്സിലായാൽ മതി. പിന്നെ ഇത് ശാന്തമായിട്ട് മനസ്സിലാക്കി തരാനാണല്ലോ ഞാനും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത്. മനസ്സിലായി? ന്യായം പ്രവർത്തിച്ചോണം. ചില അമ്മമാരെയും കാണുന്നു, മരുമകളോട് ന്യായമേ പ്രവർത്തിക്കാവൂ. അമ്മയും മോളും കൂടി ഇരുന്ന് മരുമകളുടെ കുറ്റം പറയരുത്. അമ്മയെ കാണാൻ മോള് മാസത്തിലോ ആഴ്ചയിലോ അടുത്താണെങ്കിൽ ഒന്ന് വരും, 1 കിലോ മുന്തിരിങ്ങായും 1/2 കിലോ ആപ്പിളും. അത് കടയിൽ നിന്ന് മേടിക്കത്തില്ല, വഴിയിലിട്ട് വെക്കുന്ന കുഞ്ഞാപ്പിളില്ലേ. അപ്പൊ ഇച്ചിരി എണ്ണവും കൂടും. നല്ല കാര്യം, സാഹചര്യം അനുസരിച്ച് മേടിച്ചു. പക്ഷെ അമ്മയും മോളും കൂടെ അമ്മയുടെ മുറിക്കകത്തിരുന്ന് മരുമകൾക്കെതിരെ ടോർപ്പിടോ വെക്കരുത്. ന്യായമായിരിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടമാണ് ന്യായം പ്രവർത്തിക്കുന്നത്. ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ഉപവസിക്കുമ്പോൾ ഇതെല്ലാം ക്രമീകരിക്കണം, അതിനായി പറഞ്ഞു തരുന്നത്.
സഹോദരങ്ങൾക്ക് വല്ലതും കൊടുക്കാനുണ്ട ഇടപാട് തീർക്കണം. അവരുടെ ഇടപാടല്ല, കൊടുക്കാനുള്ള ഇടപാട്. പെങ്ങളുടെ വസ്തുവോ അനിയന്റെ വസ്തുവോ ചേട്ടന്റെ വസ്തുവോ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പനും വല്യപ്പനും ചാകാറായി കിടന്നപ്പം അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാനാന്നും പറഞ്ഞ് വന്ന് കള്ളയോപ്പെല്ലാം ഇടിയിപ്പിച്ച് ആധാരം അടിച്ചു മാറ്റിയെങ്കിൽ സൂക്ഷം അത് ഇടപാട് തീർത്തോണം. സക്കായിയുടെ മാനസാന്തരം വന്നപ്പോൾ സക്കായി പറഞ്ഞത്, ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എലോഗുയും പ്രയർ സെന്ററിൽ പോയി യോഗത്തിന് കൂടാന്നാണോ? പിന്നെ എന്തുവാ മോളെ എഴുതി വെച്ചേക്കുന്നേ? അതാ 4 മടങ്ങ് ഇവിടെ വരരുതെന്നല്ലേ, ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ തന്നെ വന്നോണം. ഇനി ഇത് കേട്ടോണ്ടാ ഞങ്ങൾ ഇനി അങ്ങോട്ടില്ല, വേറെ സ്ഥലത്ത് എവിടെ പോയാലും നീ തന്നെയല്ലേ പോകുന്നേ. ചൊറിയണ്ണ ഇവിടുന്ന് പറിച്ച് വിളവനാലി കൊണ്ടുവച്ചു, അതും ചൊറിയണ്ണമാണ്. വിളവനാലിൽ നിന്ന് പറിച്ച് മുണ്ടുകോട്ടയ്ക്ക് കൊണ്ടുവച്ചു, ചൊറിയണ്ണ അല്ലേ. സ്ഥലം മാറി എന്നല്ലാതെ ചൊറിയണ്ണത്തിന്റെ ചൊറിച്ചിൽ മാറ്റമുണ്ടോ? IPC പറിച്ച് ചർച്ചക്കോടി കൊണ്ടുവച്ചു, അവിടെ ഇരുന്ന് 2 കൊല്ലം ചൊറിഞ്ഞു. ചർച്ചക്കോടി നിന്നെടുത്ത് അസംബ്ലീസ് കോടി കൊണ്ടുവച്ചു, അവിടെ ഇരുന്ന് 2 കൊല്ലം ചൊറിഞ്ഞു. അവിടെ നിന്നെടുത്ത് TPM കൊണ്ടുവച്ചു, അവിടെ ഇരുന്ന് അവിടെ പിന്നെ ചൊറിയാനൊക്കെ അവർ പോരിപ്പിക്കും. നീ വിളച്ചിൽ എടുത്തോണ്ട് അങ്ങോട്ട് ചെന്ന സ്ഥലമല്ല മാറേണ്ടത്, നമുക്കാ മാറ്റം വരേണ്ടത്. അതുകൊണ്ട് എലോഹിയും പ്രയർ സെന്റർ എന്തുവാ, ഗോസ്ബൽ സെന്റർ, ഇവിടെ വന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ തന്നെ വാ. പക്ഷേ രൂപാന്തരം ഉണ്ടാകണം. സ്തോത്രം. ന്യായമേ പ്രവർത്തിക്കാം. അന്യായത്തിന് നീ കൂട്ടു നിൽക്കരുത്, ന്യായക്കേടിന് കൂട്ടു നിൽക്കരുത്. അത് ദൈവത്തിന്റെ ഹിതമാണ്. ന്യായം പ്രവർത്തിക്കണം. എല്ലാ വാക്യം എടുപ്പിക്കാൻ നേരമില്ല. അങ്ങനെ എടുത്ത എന്നോട് പാസ്റ്റർ അല്പസമയം കൊണ്ട് എടുത്തോളാം പറഞ്ഞെന്നാലും ഞാൻ അധികം എടുക്കുന്നില്ല. ഇപ്പൊ തന്നെ ചിലര് ഞാൻ ഇരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ നാവിനെ ബന്ധിക്കണേ. ദൈവമേ സ്തോത്രം. അങ്ങേര് മൈക്കുമായിട്ട് താഴോട്ട് ഇറങ്ങോട്ട് മിക്കാറ് എൻ്റെ അടുക്ക വരാൻ. അതുകൊണ്ട് ദൈവമേ ഒതുക്കണേ. അങ്ങനൊന്നും ഒതുങ്ങത്തില്ല. ചുമ്മാ നീ ഇവിടെ ചുമ്മാ ഇരുന്ന്. അപ്പൊ ഇവിടെ ന്യായം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. ന്യായം പ്രവർത്തിക്കണം. പിന്നെ യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമായ ഉപവാസം, അത് ദൈവത്തിന് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പ് അല്ല. അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. അന്യായബന്ധനം അടിക്കണം, മുഖത്തിന്റെ അമിക്കയറുകളെ പൊട്ടിക്കണം, പീഡിതരെ സ്വതന്ത്രരായിട്ട് വിട്ടയക്കണം. പിന്നോട്ട് താഴോട്ട് എല്ലാം വായിപ്പിക്കുന്നില്ല. വിശക്കുന്നവൻ ആഹാരം അതാ. ഒരു പിച്ചക്കാരൻ നിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്നാൽ ഭക്ഷണം കൊടുക്കണം, ഉണ്ട്. അല്ലല്ലോ പിച്ചക്കാരനെ കാണുമ്പോൾ ഗേറ്റ് അടച്ചിട്ട് പട്ടിയെ തുറന്ന് വിട്ടേച്ച് ജനലിന്റെ കർട്ടൻ മാറ്റി വെച്ച് നോക്കുക. എന്നിട്ട് നീ ഇവിടെ കിടന്നുവെച്ച് അറകല തുള്ളും പോലെ തുള്ളി കസേരയും തട്ടി ദൂരെ കളഞ്ഞ് അടുത്തിരിക്കുന്നവന്റെ ബൈബിളിലും ചവിട്ടി കയറി. മനസ്സിലാകുന്നുണ്ടോ? ഒരു പിച്ചക്കാരൻ ഉച്ചയ്ക്ക് നിന്റെ വീട്ടിൽ വന്നാൽ ആഹാരം കാലമായെങ്കിൽ, ഇപ്പം പിച്ചക്കാരെ എല്ലാവരെയും ഒന്നും വിശ്വസിക്കാൻ ഒക്കത്തില്ലെങ്കിലും ഓക്കെ, അകത്തിരുത്തിയില്ലെങ്കിലും വെളിയിലിരുത്തി അവനെ വിശപ്പടക്കി വിടണം. അങ്ങനെ തന്നെ എഴുതിയേക്കുന്ന വിശപ്പുള്ളവന് നിന്റെ ആഹാരം. മോനാ വാക്യം കണ്ടോ? ഇവരാരും കണ്ടില്ലെന്ന് തോന്നുന്നു. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നത്. അതാരാ വായിച്ചത്? മോൻ തന്നെ എന്നാ വായിച്ചേ? അതങ്ങ് മാറ്റ, അതല്ലേ അറിയാത്തത്. ഇവിടെ വായില് വിശപ്പുള്ളവന് നിന്റെ അപ്പം. എനിക്ക് കോവിഡ് ഉണ്ടോ ഞാൻ അങ്ങോട്ട് വന്നപ്പോ? വായില് വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നത്. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം. ദൈവത്തിന്റെ ഹിതമാ. പിച്ചക്കാരനെ കാണുമ്പോൾ ഗേറ്റും കഥകും അടച്ചു പട്ടിയെ അടിച്ചിടുന്ന ദൈവഹിതമല്ല. നിന്റെ കൂടെ ആരാധിക്കുന്ന വിശ്വാസികൾക്ക് 1 സെന്റ് ഭൂമിയില്ല. നിനക്ക് 5 ഏക്കറുണ്ട്. അവനൊരു 5 സെന്റ് സ്ഥലം കൊടുക്കണം. 5 കൊടുത്താൽ മതി. 5 ഏക്കർ ഉണ്ടല്ലോ, 5 കൊടുത്താൽ മതി. 10 കൊടുത്താൽ ചിലപ്പം നെഞ്ചുവേദന ഉണ്ടായി പിന്നെ മുത്തൂറ്റ് കൊണ്ടുപോയി എന്നെ എടുക്കും. 5 കൊടുത്താൽ മതി. ദൈവഹിതമാണിത്. സ്തോത്രം. അമ്മാമ്മയ്ക്ക് കാഞ്ചീപുരത്തിന്റെ 15 സാരി, കാഞ്ചീപുരത്തിന്റെ. നിന്റെ കൂടെ ആരാധിക്കപ്പെടുന്ന സാധു സഹോദരിക്ക് ഒരു നല്ല സാരി ഇല്ല. 15 ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കാവൂ.
പറ. നിങ്ങൾ എവിടെ നിന്ന് കൊടുക്കാനാ? കൊടുക്കുന്നത് അവര് കൊടുക്കണ. അത് നിങ്ങൾ രണ്ടുകൂടി ഇരുന്ന് പറയാ കൊടുക്കാൻ. എവിടുന്ന് കൊടുക്കാനാ? 15 അമ്മാമ്മയുടെ കാര്യമാ പറഞ്ഞ, കാഞ്ചീപുരം. നിങ്ങളുടെ നല്ല മനസ്സിനായി സ്വതന്ത്രം. ദൈവം നിങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ. $5000 ചുരിദാറാ. പക്ഷെ നിന്റെ കൂടെ ആരാധിക്കാൻ പറ്റുന്ന ഒരു സഹോദരിക്ക് 500 രൂപയുടെ പോലും ചുരിദാർ മേടിക്കാൻ നിർവാഹമില്ല. നീ കൊടുക്കണം. ദൈവഹിതമാണ്, ദൈവത്തിന്റെ ഇഷ്ടമായി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ദൈവ ഇഷ്ടം ആർക്കും ഇഷ്ടമല്ലെന്ന്. നീ 5 കോടിക്ക് വീട് പണിയ 5 കോടി. നിന്റെ കൂടെ ആരാധിക്കുന്ന സഹോദരന് 2 മുറി പണിത് തേക്കാൻ നിർവാഹമില്ല, കതക് വെക്കാൻ നിർവാഹമില്ല. നിന്റെ പട്ടിക്കൂടിന് 10 ലക്ഷം രൂപ. ഇപ്പൊ പട്ടിക്കുമൊക്കെ ഭയങ്കര വിലയുള്ള പട്ടിയെ 75,000 രൂപയ്ക്കൊക്കെ പട്ടിക്ക്. എന്നാ പട്ടിയാണോ പട്ടി? അതിന്റെ കൂട്. ഈയിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരുത്തന്റെ പട്ടിക്കൂടിനകത്ത് AC. അയ്യോ എന്നൊക്കെ കണ്ട നടന്ന കാര്യമാണ്. പട്ടിക്കൂടിന് AC. പാസ്റ്റർക്കാരന് പെയ്ത്തോമി പുകച്ചിലെടുത്തിട്ട് പാൻ പോലുമില്ല. എവനെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർക്ക് ചിലപ്പം പാൻ പോലും പട്ടിക്ക് AC. പട്ടിയുടെ ഒരു യോഗം. ഞാൻ പറയുന്ന മനസ്സിലായോ? സ്തോത്രം. ദൈവത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, ദൈവ ഇഷ്ടമൊന്നും ആർക്കും ഇഷ്ടമൊന്നും അല്ല. ഞാൻ ദൈവ ഇഷ്ടമായി പറഞ്ഞു തരുന്നത്. വിശപ്പുള്ളവന് നിന്റെ അപ്പം, അതുകൊണ്ട് നഗ്നനെ കണ്ടാൽ അവനെ വായിച്ച വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നത്, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ. ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ വിവരിക്കുന്നില്ല. എന്നോട് ബിനി പാസ്റ്റർ പറഞ്ഞ് നമുക്ക് പിന്നീട് ഒരിക്കൽ ഇച്ചിരി ഏറെ നേരം അത് പിന്നീട് ഒരിക്കട്ടെ. തന്നെയല്ല, നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെ ആണല്ലോ, ഇന്ന് അങ്ങ് നിർത്തണമെന്നല്ലേ. ദൈവത്തിന്റെ ഇഷ്ടം വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം, നാം നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ള ദോഷം പറയുന്നവരെ മിണ്ടാതാക്കണം. മോളെ, പത്രോസിന്റെ 1-ാം ലേഖനം 2:15 തോന്നുന്നു. എനിക്കൊരു ചെറിയ ഡൗട്ട്. ഒന്ന് വായിച്ചേ. പത്രോസിന്റെ 1-ാം ലേഖനം 2:15 ഒന്ന് വായിച്ചേ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. അത് ദൈവഹിതമാണ്. അങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചു. മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടം. മനസ്സിലാകുന്നോ? നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. അവിടെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. ചുമ്മാതല്ല, എല്ലാവരും അങ്ങോട്ട് നോക്കിയിരുന്നത്. ഞാൻ ഓർത്ത് മോനെ അത് കാണിക്കണ്ട, എന്ത് ആരാ നടത്തുന്നത്? വേണ്ട, എല്ലാവരും വേറെ അവസ്ഥ എടുക്കട്ടെ. ചുമ്മാ പൊട്ടനാട്ടം കണ്ട പോലെ നോക്കിയിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ ചെയ്ത് എന്നെ നോക്കുന്നില്ല, എല്ലാം അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. എന്നെ നോക്കട്ടെ. എന്നെ കാണാനൊന്നും വലിയ ചന്തമില്ലല്ലോ, ഇന്ന് എന്നെ നോക്കിയാൽ മതി. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. മനസ്സിലാകുന്നോ? ദൈവ ഇഷ്ടമായത്. ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. ഓട്ടോ നമ്മൾ വിളിച്ചു. വീട്ടുപടിക്ക് വന്നപ്പോൾ നമ്മുടെ സാഹചര്യം അറിയത്തില്ല. സാഹചര്യം ഉണ്ടെങ്കിൽ അവനോട് ചോദിച്ചു എത്ര രൂപയായി? അവൻ പറഞ്ഞ് 15 രൂപയായി. ഒരു 17 അങ്ങ് കൊടുത്തേക്കണമുണ്ട്. ഉണ്ടെങ്കിൽ 17 കൊടുത്തേക്കണം. 17 കൊടുത്തേച്ച് പോകുന്നതിന് മുന്നേ, സഹോദരൻ, ഞാൻ പെന്തിക്കോസുകാരനാ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, യേശു നിന്നെ രക്ഷിക്കും. അവൻ അക്ഷരം മിണ്ടുകയല്ല. അതേസമയം ഓട്ടോക്കാരൻ വന്ന് എത്രയായി? 15 സന്തോഷമുക്കിന്ന് ഇവിടെ വരാനോ? അവൻ പറഞ്ഞു 15 ഞാൻ തരികയല്ല. ഉടനെ തർക്കമായി. ഉടനെ അവനോട് മേടിക്കടാ. ഉടനെ അവൻ പറഞ്ഞ് ഇവിടെ കൊണ്ടിറക്കിയാന്നേ മേടിക്കാനും എനിക്ക്
അറിയാം, കൊമ്പ് കോർത്ത്. അവസാനം ശബ്ദം കണ്ടിട്ട് അപ്പുറത്തെ അച്ചായൻ ഇറങ്ങി, എന്നാ പ്രശ്നം? അവൻ പറഞ്ഞ് 15 കൊടുക്കണമെന്ന്. ഞാൻ കൊടുക്കുകയല്ലേ വേച്ച. അവൻ പറഞ്ഞ് 15 തരാണ് ഞാൻ ഈ വാതിക്കന്ന്. അവസാനം ബേബിച്ചാൻ്റെ മധ്യസ്ഥത, ഒരു കാര്യം ചെയ്യേ, ആർക്കും പ്രശ്നം വേണ്ട, നമുക്കൊരു 14 അങ്ങ് തീർക്കാം. ഉണ്ട്. ബേബിച്ചാൻ പറഞ്ഞുകൊണ്ട് ഞാൻ 10 കൊടുക്കാനായിരുന്നത്. ബേബിച്ചാൻ പറഞ്ഞുകൊണ്ട് ഞാൻ 14 കൊണ്ടുപോടാ. അവൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് തിരിച്ച് ഇങ്ങനെ എടുത്തേച്ച് കണ്ണ് പൊട്ടുന്ന 8 ഡാഷ് 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 രാത്രി 9:30. പിറ്റേന്ന് നീ ഞായറാഴ്ച വേറെ പുസ്തകം സംഗീത രത്നാവലി സിയോങ്കിതരായിട്ട് ആ മുക്കി നിൽക്കും. അവൻ പറയും താൻ്റെ ഡാഷ് നിൽക്കുന്നെന്ന്. ഞാൻ പറയുന്ന മനസ്സിലായോ? അതേസമയം നീ അവന് 15 നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇല്ലാത്തവന് കൊടുക്കാനൊക്കത്തില്ല, ഉണ്ടെങ്കിൽ അവൻ 15 ചോദിച്ചു. ഇപ്പൊ കോവിഡൊക്കെ അല്ലേ, ഇന്ന് 17 ഇരിക്കട്ടെ, യേശു രക്ഷിക്കും കേട്ടോ. ഇതൊന്നും ആകത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, ദൈവം രക്ഷിക്കും. നീ ഞായറാഴ്ച സിയോങ്കിതാവലിയായിട്ട് സന്തോഷം മുക്കി നിൽക്കുമ്പോൾ അവൻ സ്പീഡ് പോകാമെന്നല്ല നിന്നെ കാണുമ്പോൾ ചവിട്ടി നിർത്തും. എങ്ങോട്ടാ അച്ഛൻ കയറാൻ പറയും. മനസ്സിലാകുന്നുണ്ടോ? നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാനാണ്. മനസ്സിലായോ? പറയാൻ ഉദാഹരണം പറയാം. ഞാൻ ഉദാഹരണമല്ല, ഉടക്കുണ്ടാക്കരുത്. വീട്ടിലിപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചു. പശു അല്ലേ, ആട് പശു കറവയുള്ളതാണ്. രാവിലെ കറന്നപ്പം ഒരു ദിവസം കണ്ണ് തുറന്നിരിക്കുക, എന്നെ നോക്ക്, അതിന് കണ്ണടച്ചിരിക്കുന്നേ, എന്നെ നോക്ക്. അത് മതി. അതാ ദൈവം കാണിച്ചതാ. അപ്പം ആടിനെ കറക്കുമ്പോഴേ ഒരു തൊടം ഉദാഹരണമാകട്ടോ, ഒരു തൊടം പാല് അപ്പുറത്തെ ഹിന്ദുക്കളാ, സരസ്വതിയും 2 പിള്ളേരും. സരസ്വതി എപ്പോഴും തരാനൊക്കത്തില്ല, ഒരു തടം പാല് പിള്ളേർക്ക് കൊടുത്താട്ട്. പിള്ളേർക്ക് അവർ മറക്കത്തില്ല ആയുസ്. ഞായറാഴ്ച അമ്മാമ്മ യോഗത്തിന് പോയപ്പോൾ ആട് കുരുങ്ങി, കയറ് കുരുങ്ങി, 2 കാല് താഴെ 2 കൈ മേലായിട്ട് കരയുക. സരസ്വതി ഓടി വന്ന ആടിൻ്റെ കുരു കഴിച്ച് ആട്ടുംകൂട്ടി കൊണ്ട് കെട്ടി പ്ലാവലയും കൊണ്ട് കൊടുക്കും. സ്തോത്രം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാനാക്കണം. കേരളത്തിലെ, ഇന്ത്യയിലെ അല്ല ലോകത്തിലെ പെന്തിക്കോസുകാരെല്ലാം ഈ വിധത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ 100 കണക്കിന് ആൾക്കാർ മാനസാന്തരപ്പെട്ട് ഈ മാർഗത്തിൽ വന്നേനെ. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയായി പറയുന്നത്, വല്ലതും കൊടുത്ത് ഈ മാർഗത്തിലാക്കുന്നത് അല്ലീ പറയുന്നത്. സ്തോത്രം. ഈ വിധത്തിൽ ഇടപെട്ടിരുന്ന നിന്റെ സഹോദരങ്ങൾ എത്ര പേര് ഇതിനകത്ത് വന്നേനം? ഇനി വന്നില്ലെങ്കിൽ നിന്നോട് ഉടക്കത്തില്ലല്ലോ. നിങ്ങൾ പറയാ പാസ്റ്റർ അങ്ങനൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ ഞാൻ ഇന്നാളെ ഞങ്ങളുടെ സഭയെ പറഞ്ഞതാണ്. നിങ്ങളോട് പറയുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. വീട്ടിലിപ്പം ഭക്ഷണം ഉണ്ടാക്കി. എവിടാ വീട്? എവിടാ? ഞാനങ്ങോട്ട് വരുന്നൊന്നുമില്ല, വീടങ്ങ് പറഞ്ഞു. എവിടെ? മേക്കോടൂര്. ഉദാഹരണം എവിടാ വീട്? ആട്ടെ, നല്ല സ്ഥലങ്ങളാ. വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി. ഉദാഹരണമായി പറഞ്ഞത് ചിക്കൻ ഫ്രൈ അല്ലെ ബീഫ് ഒലത്തി ഉദാഹരണമാണ്. അപ്പം നിങ്ങൾക്ക് സഹോദരിമാർക്കറിയാം അതിൻ്റെ സ്മെല്ലുമൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ള അമ്മയുണ്ട്, ഇപ്പുറത്തെ വീട്ടിൽ 2 പൊടിപ്പിള്ളേരുള്ള വീടാണ്, വലിയ കഴിവില്ല. അതൊലത്തുമ്പം ഒരു പീലീസിനകത്ത്, ഞങ്ങളുടെ അവിടെ പീലീസ് നല്ല ചെറിയ കുഴിവുള്ള പാത്രമുണ്ട്. എന്നെ പറയുന്നത് ഇവിടെയൊക്കെ എന്നാ പറയുന്നത്? പൗളൊക്കെ ഇപ്പോഴ പൗൾ കോപ്പയെന്ന് കേട്ടിട്ടില്ലേ? കോപ്പ അത് മതി നമുക്ക്. പൗള്
ഇംഗ്ലീഷ് പറഞ്ഞ് എന്നെ ഒതുക്കാന്നാണോ? നല്ല ശേലായി. ആ കുഴിവെള്ള പാത്രം, ഇനി ബൗള് തന്നെ ഉടക്കുണ്ടാക്കണ്ട, ബൗള് തന്നെ ഇരിക്കണ്ട. അതിനകത്ത് ഒരു ബൗള് ഇറച്ചിയെടുത്ത് ആ പ്രായമുള്ള അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ അമ്മച്ചി കഴിച്ചാട്ട്, അപ്പുറത്തെ 2 പിള്ളേർക്കും കൂടെ. സ്തോത്രം. നാളെ ഒരവസരത്തിൽ നിന്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പം അവരും കൂടെ വരും. കൂടെ ഇരിക്കാൻ ഒത്തില്ലെങ്കിലും തിണ്ണയിലെങ്കിലും വന്നിരിക്കും. അഥവാ അവിടുത്തെ വീട്ടിലെ അപ്പൻ അഥവാ ഉടക്കാൻ മിണ്ടിപ്പോരുന്ന തള്ള പറ, എനിക്ക് കന്നതിൻ്റെ നിങ്ങൾ മിണ്ടായിരിക്കും. എന്നാലും ആ കൊച്ചെനിക്ക് ഇറച്ചി കൊണ്ട് തന്നതാ, നിങ്ങൾക്കോ മേടിച്ചു തരാനുള്ള മാർഗം ഇല്ല, ആ പെങ്കൊച്ചെനിക്ക് ഇറച്ചി കൊണ്ട്, നിങ്ങൾ മിണ്ടിപ്പോരുത്. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാനാകും. അത് ദൈവഹിതമാണ്. ദൈവത്തിന്റെ ഹിതമാണ്. എൻ്റെ പ്രിയരെ, ഞാൻ ഇന്നങ്ങ് നിർത്താവേ. നമുക്ക് 9:15 ഇന്നങ്ങ് നിർത്തട്ടെ. മതി, ഗുണമാകാനാന്ന ഇത്രയും മതി. പിന്നെ ഇതന്നെ കൂടുതലാ. നമുക്ക് ദൈവം അനുവദിച്ചാൽ പിന്നൊന്ന് കൂടാം. ഇന്നിപ്പോൾ ഇത് സമയമായി. നിങ്ങൾക്കൊക്കെ ദൂരെ കോളേജിലൊക്കെ പോകേണ്ടതാ. കീക്കോടൂർ, മേക്കോടൂരാന്നോ കീക്കോടൂരാന്നോ എവിടെ? എവിടെയും വാട്ടെ. അതിനടുത്ത് 2 കീക്കോടൂരും മേക്കോടൂരും അടുത്തടുത്താ. പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇന്ന് ഇത് നിർത്താം. സ്തോത്രം. ആ പോയിന്റ് നിങ്ങളുടെ അകത്ത് നിന്ന് രാത്രി മതിക്കണം. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വത്തെ മിണ്ടാനാക്കണം. മിണ്ടാനാക്കണം. ഞാൻ ഉദാഹരണങ്ങളായി പറയുന്നത്. ഉദാഹരണമാണ്. സ്കൂൾ തുറക്കാൻ പോവുക. 10 ബുക്ക് നമ്മുടെ കുഞ്ഞിന് മേടിച്ചു കൊടുക്കുമ്പോൾ 2 ബുക്ക് അപ്പുറത്തെ കൊച്ചിനോട് മേടിച്ചു കൊടുത്തേക്കണം. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പേന 1 കെട്ട് അലമാരിക്കകത്ത് വെച്ചിരിക്കുക. നല്ല കാര്യം. അത് 2 എടുത്ത് അപ്പുറത്തെ കൊച്ചിനോട് കൊടുത്തേക്കണം. അവൻ കുത്തി വരയ്ക്കോ, അവന് കൊടുത്ത അവൻ കുത്തി വരയ്ക്കും. അവൻ എഴുതി പഠിക്കത്തില്ല. അത് നീ എന്തിനറിയുന്ന? അവൻ കുത്തി വരയ്ക്കോ ഒപ്പിടുകോ. നമ്മളെന്തിനാ 2 കൊടുത്തേക്കണം? സ്തോത്രം. നന്മ ചെയ്യണം. ചെയ്യേണ്ട ആൾക്കാരുടെ ലിസ്റ്റുണ്ട്. ഇങ്ങോട്ട് തിരിച്ച് ചെയ്യാൻ പറ്റാത്തവന് ചെയ്യണം. അങ്ങനുണ്ട്. നമ്മൾ ചെയ്യുന്നതല്ല. അമ്മാമേ ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വരണേ. തിരിച്ച് പിറ്റേ ആഴ്ച അമ്മാമ അച്ഛനോട് പറഞ്ഞ് നമ്മളെ അവർ വിളിച്ചതാണ്, നമുക്ക് അവര്. അതല്ല പ്രമാണം. ഒരു ഗതിയില്ലാത്തവനെ വിളിക്കണം. ഇങ്ങോട്ട് ചെയ്യുന്നവനെ അല്ല വിളിക്കേണ്ടത്, ചെയ്യാൻ മാർഗമില്ലാത്തവനെ. ഇപ്പൊ നിങ്ങൾ അയ്യോ അതാരാ പാസ്റ്റർ, ഞാൻ ലിസ്റ്റ് തരാമല്ലോ, എൻ്റെ കയ്യിൽ 3 എണ്ണം ഇരിക്കുന്നു. നിങ്ങൾ തപ്പി വിഷമിക്കുമൊന്നും വേണ്ട. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവത്തിന്റെ ഹിതമായത്. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വലിയ ബഹളവും വെപ്രാളവും ഒന്നും നടന്നില്ലെങ്കിലും ദൈവ ഇഷ്ടത്തിനൊന്ന് സമർപ്പിക്കുക. ഇന്ന് രാത്രി തീരുമാനമെടുക്ക്. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഹിതത്തിന് സമർപ്പിക്കുക. ദൈവഹിതത്തിന് നമ്മെ ഏൽപ്പിക്കാം. നിങ്ങൾ ഈ വാക്യം മറക്കരുത്. ഇനി ഒരു അവസരത്തിൽ ദൈവം അനുവദിച്ച് ഇവിടെ വരുമ്പോൾ ഈ വാക്യത്തിൽ നിന്നായിരിക്കും ശുശ്രൂഷിക്കുന്നത്. ഇതിൻ്റെ ഒരു മുഖവര മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്നായിരിക്കും ശുശ്രൂഷിക്കുന്ന ദൈവം അനുവദിക്കുകയാണെങ്കിൽ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ഇവിടെ പ്രഗത്ഭരായ ദൈവദാസന്മാരാ പകലും വൈകിട്ടുമൊക്കെ വന്ന് ശുശ്രൂഷിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ വന്നിരുന്നപ്പോൾ ചോദിച്ചു. പുള്ളി ആൾക്കാരുടെ പേര് എന്നോട് പറഞ്ഞു. ഇനി വരുന്നവരുടെ പേര് പറഞ്ഞില്ല, അത് ചോദിക്കാൻ അവസരം കിട്ടിയില്ല. വളരെ നല്ലത്. അതിനിടയ്ക്ക് ഒരു ചെറിയ മെസ്സേജാണ്. ദൈവഹിതം നടക്കണം, നമ്മുടെ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് ഏത് വിഷയത്തിന് പ്രാർത്ഥിച്ചാലും ഇങ്ങനെ പ്രാർത്ഥിക്കാവൂ: കർത്താവേ, അവിടുത്തെ ഹിതമാണെന്ന് നടത്തി തരണം, അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ മാത്രം നടത്തി തരണം. നമ്മുടെ ഇഷ്ടമൊന്നുമല്ല, ദൈവഹിതത്തിന്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.